അച്ഛനാവുന്നിടത്തോളം നിന്നെ നോക്കിയിട. മോൻ അച്ഛൻ്റെ കരള് മോന് തരുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതം വേണമെങ്കിൽ തരാം. മോനെ എങ്ങനെങ്കിലും രക്ഷിക്കണം. എൻ്റെ മോനെ രക്ഷിക്കണം. അല്ലാതെ എനിക്കൊരു നിവൃത്തിയില്ല. ഇവിടെ കൈകൂപ്പി ഞാൻ പറയാണ്, എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി, എൻ്റെ മോന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. എൻ്റെ മോനില്ലാതെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. 6 മാസം പ്രായമുള്ള അർജിത്ത് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പെരളശ്ശേരി വീട്ടിൽ രാകേഷിന്റെ പ്രിയപ്പെട്ട പൊന്നു മാലാകയാണ്. ആറ്റുനോറ്റുണ്ടായിട്ടുള്ള പൊന്നു മാലാകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിക്കാല് വളരുന്നോ, പല്ല് വളരുന്നോ, കൈകൾ വളരുന്നോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോറ്റുന്ന പ്രിയപ്പെട്ട പൊന്നു മാലാക നെഞ്ചിന്റെ ചൂടേറ്റ്, അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ നെഞ്ചിന്റെ ചൂടേറ്റ് വളരേണ്ട ആ പ്രിയപ്പെട്ട പൊന്നുമാലാകയാണ് മാരകമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിൽ ഇപ്പോഴുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സഹായിക്കണേ. ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ മക്കളെ പോലെ കണ്ട്, നമ്മുടെ പേരക്കുട്ടികളെ പോലെ കണ്ട് ഈ അർജിത്ത് മോനെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ കണ്ടില്ലേ, മാരകമായി കണ്ണിലൊക്കെ മഞ്ഞ ബാധിച്ച്, യൂറിനിലും മൂത്രത്തിലും മഞ്ഞ ബാധിച്ച്, മലത്തിലും വെള്ള നിറം ബാധിച്ച്, എല്ലാ നിലക്കും പ്രയാസപ്പെട്ട് വയറിന്റെ ഭാഗത്താകെ വയറ് പൊന്തുന്ന ഒരു അവസ്ഥയിൽ, വെള്ളം നിറയുന്ന അവസ്ഥ, വയറ് പൊന്തുന്ന അവസ്ഥ. സാധാരണ കുടുംബമാണ്. വീഡിയോ എടുക്കുമ്പോൾ രാകേഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നച്ഛൻ പറഞ്ഞത്, ഞാൻ ഗതികെട്ട ഒരു അച്ഛനായി പോയല്ലോ, എനിക്ക് പറ്റുന്നതെല്ലാം ചെയ്തു നോക്കി, എന്റെ പൊന്നു മോനെ രക്ഷപ്പെടുത്താനുള്ള പണമില്ലാത്ത ഒരു ഗതികെട്ട അച്ഛനായി പോയല്ലോ. കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും എന്നെ നോക്കുകയാണ്. ഈ പ്രിയപ്പെട്ട പൊന്നുമാല എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും, എത്രമാത്രം സൂചികൾ, എത്രമാത്രം മരുന്നുകൾ, എത്രമാത്രം പ്രയാസങ്ങൾ ഈ കുഞ്ഞിളം പ്രായത്തിൽ 6 മാസം പോലും ആവാത്ത ഈ പൊന്നുമാലാക അനുഭവിച്ചു. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. ബിലാരിയ ട്രേഷ്യ എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെ കടന്നു അന്ന് ആദ്യത്തെ ഒരു സർജറി ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകയുടെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ലിവറിൽ നിന്ന് വെൺകുടത്തിലേക്ക് പോകുന്ന ആ ഞരമ്പിൽ ബ്ലോക്ക് വന്നപ്പോ കസായി സർജറി എന്ന് പറയുന്ന സർജറി നടത്തി. അതിൽ നിന്നും വീണ്ടും അത് ഫെയിലർ ആയതിനു ശേഷമാണ് ഇനി ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകയെ രക്ഷപ്പെടുത്താൻ കരള് മാറ്റിവെക്കലല്ലാതെ ഇനി ഒരു നിർവാഹവുമില്ല. പൊന്നുമോന് കരള് പകർത്തു നൽകുന്നത് ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിട്ടുള്ള ഈ പ്രിയപ്പെട്ട അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട അച്ഛൻ കരള് പകർത്തു നൽകാൻ തയ്യാറാണ്. പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ആരോട് സങ്കടം പറയും, ആര് സഹായിക്കും, ആരെ മുമ്പിലാണ് കണ്ണീര് ഞാൻ വരുത്തേണ്ടത്, ആരെ കാലിലാണ് ഞാൻ വീഴേണ്ടത്, ഏത് വാതിലാണ് മുട്ടേണ്ടത് എന്നുള്ള സങ്കടത്തിൽ, പ്രയാസത്തിൽ ഈ കുടുംബം നിൽക്കും. ഒരു കഷ്ടപ്പാടായി പോയി ഞങ്ങൾക്ക് വന്നത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല. അർജിത് മോന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദന, പ്രയാസം അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു നാട് മുഴുവൻ ഒരുമിച്ചിരിക്കുക. ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കണം. ഇതിൽ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന പാകപ്പിഴയും വരാതെ, സാമ്പത്തികം ഒരു തടസ്സമാകരുത് മോന്റെ ചികിത്സയ്ക്ക്, ഒരു രീതിയിലുള്ളതായിരിക്കുന്ന പ്രയാസം വരരുത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന സഹായവും പിൻബലവും വലിയ രീതിയിൽ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ നാടിന്റെ കൂടെ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്ത് ഇങ്ങോട്ടെത്തിയത്. പ്രിയ സഹോദരൻ ശ്രീ ഷമീർ കുന്നമംഗലം കേരളത്തിന് പുറത്തുള്ള പല മേഖലകളിലുള്ള ഇതുപോലെയുള്ള നിരവധി കുട്ടികളെയും ആളുകളെയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ചേർന്ന് വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ സേവകനാണ് അദ്ദേഹം. ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്.
അർജിത് മോന്റെ ജീവിതം, ജീവൻ ഏറ്റവും ആവേശത്തോടുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ദൗത്യത്തിൽ ഞാനും പങ്കാളിയാവുകയാണ്. ഈ നാട് മുഴുവൻ പങ്കാളിയാവുകയാണ്. നിങ്ങളുടെ കലവറയില്ലാത്തതായ സാമ്പത്തിക സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ഒരുപാട് സൗന്ദര്യങ്ങൾ ദർശിക്കേണ്ട ആ പ്രിയപ്പെട്ട കുഞ്ഞു മാലാകയാണ് ജീവിക്കാൻ വേണ്ടി, അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു നാട് ഒരുമിച്ച് വള്ളിക്കുന്നിലെ പ്രിയപ്പെട്ട ജനവിഭാഗങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി, മതജാതി ചിന്തകൾക്ക് അതീതമായി പള്ളി കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും സഹോദരങ്ങളും എല്ലാ ആളുകളും MLA അല്ലെങ്കിൽ ജനപ്രതിനിധികളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് സുതാര്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ സങ്കടം പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും. എല്ലാവരും അർജി മോനെ സഹായിക്കണം. 10 രൂപയെങ്കിലും സഹായിക്കണം. കുഞ്ഞിന്റെ അമ്മ അനീഷയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് വെച്ചിട്ടുള്ളത്. ഗൂഗിൾ പേ വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അർജിത് മോന്റേതാണ്. അതേപോലെ തന്നെ രാകേഷിന്റെ അക്കൗണ്ടും വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.